വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു വിശുദ്ധ വചനത്തിലേക്ക് ഇന്ന് രാത്രി നമ്മൾ കടക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് രാത്രി കേൾക്കുവാൻ പോകുന്ന വചനം വെറും മാനുഷ്യ വചനമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിരിക്കും. കർത്താവിൻ്റെ വലിയ നാമത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 11ാം മാസത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുമായുള്ള ബന്ധത്തിൽ ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റു വർഷങ്ങൾക്ക് ഇല്ലാത്തത്. ദൈവത്തിന് കൃപയാൽ കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ ബൈബിൾ ക്ലാസ് എല്ലാ മണ്ടയിലും നടക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. 19/11/1990 തുടങ്ങിയതായിരിക്കുന്ന ക്ലാസ് കൃപയാൽ ഇതുവരെ ദൈവം ജയത്തോടെ നടത്തി. ഈ വർഷത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ നാളുകളില്ലാത്തത് 19-ാം തീയതി ഒരു മൺഡേ വീണ്ടും ആയി തീരുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മളൊരു നന്ദി ആ ദിവസം കരറ്റുന്നതായിരിക്കുമെന്നാൽ ഇന്ന് രാത്രി ഒരു അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ കാണുവാൻ എല്ലാവരും വാഞ്ചയോടെ ആയിരിക്കുക. ഇന്നത്തെ വിഷയത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് കടക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് ദൂതന്മാരെക്കാൾ അവൻ വലിയവൻ. 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിൽ 5 ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി 6ാമത്തെ ഭാഗം വളരെ ഡീറ്റെയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് 7th വേഴ്സ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കും. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വന്ന 5ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹീ ഈസ് ദ ക്രിയേറ്റർ, അവൻ സൃഷ്ടാവ് എന്നുള്ള വാക്ക് വരെയാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. വായിച്ചാട്ട് വീണ്ടും ഒരിക്കൽ കൂടെ എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വന്നാട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ വാക്യം എടുക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14 വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രി ആയിരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 5ാമത്തെ പ്രവൃത്തിയാണ്. 6th വേഴ്സ് 6th പോയിന്റ്, എന്തുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. 6ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്, ഗാഡ് സെഡ് ടു ക്രൈസ്റ്റ് സിറ്റ് യു അറ്റ് മൈ റൈറ്റ് ഹാൻഡ്. ദൈവം യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുകയാണ്, നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദൂതനോടും പറയാത്തൊരു വേർഡാണ് ദൈവം കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, നീ എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുക. അപ്പോൾ എന്ത് ഇവിടെ നടക്കുന്ന വിഷയമെന്ന് നമുക്കറിയാം. കർത്താവായ യേശു ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, യേശു ഇവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ യേശു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായം 24-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 24 അതിൻ്റെ 51-52 വാക്യം. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. സ്വർഗ്ഗാരോഹണം ചെയ്തത് അവൻ എങ്ങോട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു? വായിച്ചോട്ടെ. എബ്രായ ലേഖനം 7-ാം അധ്യായം, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് കർത്താവായ യേശു ഉണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 John chapter 2 verse 1. നീതിമാനായ യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. യേശു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. എപ്പോൾ കടന്നുപോയി? യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ. യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. എന്ത് സംഭവിച്ചു? എന്ത് ചെയ്യുന്നു? വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. കർത്താവായ യേശുവിനോട് ദൈവം പറയുന്നൊരു വേർഡാണ്. ദൈവസന്നിധിയിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ യേശുവിനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്നുള്ള വേർഡ് പറയുവാൻ ഒരു കാരണമുണ്ട്. ദൈവം സ്വർഗത്തിൽ ആരെയും ഇരുത്തുന്നതായിട്ട് കാണുന്നില്ല. 1-2 ഭാഗങ്ങൾ മാത്രമേ ഇരിക്കുന്നതായിട്ട് ദൈവസന്നിധി ഇരിക്കുന്ന സ്റ്റെപ്പുകളെ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആ സകല സ്റ്റെപ്പുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രവൃത്തി തികച്ചവരെയാണ് ദൈവം ഇരുത്തുന്നത്. ദാറ്റ് മീൻസ് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുൻപ് എന്തുണ്ടായിട്ടുണ്ട്? അവരെക്കുറിച്ച് ദൈവം
ആഗ്രഹിച്ച പ്രവൃത്തി അവർ കൂടെ നിറവേറ്റപ്പെട്ടു, തികച്ചു. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അവസാനിച്ച ശേഷമാണ് ഇരിക്കുന്നത്. പ്രവർത്തിക്കുന്ന സമയങ്ങളൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ഇരിക്കുക എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തികഞ്ഞ ഒരു പ്രവർത്തനത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു പ്രവൃത്തി യേശു തികച്ചു. ഞാൻ കടന്നു വരുന്നുണ്ട് ആ ഭാഗത്തിലേക്ക്. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക. വലത് ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ബഹുമാനം. രണ്ട് കാര്യങ്ങളാണ് വലത് ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ക്ലോസ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തോട് വളരെ അടുത്ത് പ്രധാനമായിട്ട് രണ്ട് ചിന്തകളാണ് ഈ വലത് ഭാഗം വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചിന്തയാണ് ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനം, ഓണർ. ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനം. രണ്ട്, ഒരു മനുഷ്യന് കൊടുക്കുന്നതായിരിക്കുന്ന റെസ്പെക്റ്റ്. അദ്ദേഹത്തെ എത്രമാത്രം ദൈവം മാനിക്കുന്നു എന്നുള്ളത് ആ വേർഡുകൾ കൂടെ വെളിപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിനോട് ദൈവം പറയുന്നു, നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനെ ദൈവം അത്രത്തോളം മാനിച്ച് അത്രത്തോളം ആദരിക്കുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം യേശുവിനെ ആദരിക്കുന്നു, ദൈവം യേശു ക്രിസ്തുവിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പൊസിഷനിലേക്ക് ദൈവം കൊണ്ടിരുത്തുകയാണ്. ഏതുവരെയാണ് യേശുവിനോട് ഇരിക്കുവാൻ പറഞ്ഞത്? അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. വേദപുസ്തകം പറയുന്നു, നീ എൻ്റെ ശത്രുക്കളെ, ഇനിയും ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരിക്കണം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠം ആക്കുവോളും. ആരോട് പറയുന്നു? ദൈവം യേശുവിനോട് പറയുന്നു. എന്ത് പറയുന്നു? യേശുവിനോട് പറയുകയാണ്, ദൈവമാകുന്ന ഞാൻ നിന്റെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ പാദപീഠമാക്കുക. എന്താണ് പാദപീഠമാക്കുക എന്ന് പറയുന്നത്? പഴയ നിയമത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജോഷുവ ചാപ്റ്റർ 10 വേഴ്സ് 24. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തന്നോടുകൂടെ പോയ പടജനത്തിൻ്റെ അധിപതിമാരോട് അടുത്ത് വന്ന്, ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ. ശ്രദ്ധിക്കണം നിങ്ങൾ വേർഡ്, ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ. ഏത് സന്ദർഭത്തിൽ പറയുന്നു? യോശുവയോട് വാഗ്ദത്ത നാട് പിടിച്ചെടുക്കുവാനായിട്ട് പോയപ്പോൾ ഒരു കൂട്ടം രാജാക്കന്മാർ ഒന്നിച്ചുകൂടി യോശുവയ്ക്കെതിരായി യുദ്ധം ചെയ്തു. യോശുവ അവരെ പരിപൂർണമായിട്ട് നശിപ്പിച്ച് ആ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് യോശുവ അധിപന്മാരോട്, സേനാധിപതിമാരോട് പറയുന്നൊരു വേർഡാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ എന്ത് വെക്കണം? കാൽ വെക്കണം. എന്ന് പറഞ്ഞാൽ ശത്രുവിനെ എന്ത് ചെയ്യുക? നിന്റെ പാദപീഠമാക്കുക, നിന്റെ കാൽ കീഴാക്കുക. ശ്രദ്ധിച്ചോണം, ഇതാണ് ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ വേർഡ്. ഇതാണ് ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം. ഒരു വലിയ ചോദ്യം കടന്നു വരുന്നുണ്ട്. കർത്താവായ യേശു ശത്രുവിനെ പാദപീഠമാക്കിയില്ലേ? തീർച്ചയായിട്ടും യേശു ശത്രുവിനെ പാദപീഠമാക്കി. ഏതെല്ലാം ശത്രുവിനെ കർത്താവായ യേശു പാദപീഠമാക്കി? ഒന്ന് വായിച്ചോട്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. പ്രൈസ് ഗാഡ്. അവിടെ ആദ്യം പറയുന്നു മരണത്തിൻ്റെ, നമ്മൾ വായിക്കുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15, 14-15 വാക്യം. ആ വാക്യപ്രകാരം പറയുന്നു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ മാറ്റി.
അപ്പോൾ പിശാച് എന്തിനെ യേശു ജയിച്ചു? വേദപുസ്തകം പറയുന്നു മരണത്തെ കർത്താവായ യേശു ജയിക്കുവാനായിട്ടിടയായി. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. മരണത്തെ കർത്താവായ യേശു ജയിച്ചു. താഴോട്ട് പറയുന്നു മരണഭീതികളിൽ അടിമയായിരുന്നവരെയൊക്കെയും എന്ത് ചെയ്തു? കർത്താവായ യേശു വിടുവിച്ചു. അപ്പോൾ യേശു ഉയർത്തു എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു മറ്റ് ചിലരെയും മരണത്തിൻ്റെ അടിമത്വത്തിൽ കിടന്നവരെ വിടുവിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ആരെയാണ് യേശു വിടുവിച്ചത്? വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7-8 വാക്യം. അവൻ ബദ്ധന്മാരെ പിടിച്ച് കൊണ്ടുപോയി മനുഷ്യർക്ക് താഴത്തെ വാക്യമുള്ളത് വായിച്ചോട്ടെ. കയറി എന്നവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എങ്ങോട്ട് ഇറങ്ങിച്ചെന്നാണ് പറയുന്നത്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. അങ്ങനെയെങ്കിൽ മരണഭീതികൾ അടിമയായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ എവിടെ കിടപ്പുണ്ടായിരുന്നു? ഭൂമിയുടെ അധോഭാഗങ്ങളിൽ. നിങ്ങൾക്കറിയാം അതാരായിരുന്നു? ആരായിരുന്നത്? പഴയ നിയമ വിശുദ്ധന്മാർ. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാം പിശാച് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് പിടിച്ചു വെച്ചു? ഇവരെല്ലാവരും ആര് തന്നെയായിരുന്നു? വിശുദ്ധന്മാരായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിശാച് അവരെ പിടിച്ചു വെച്ചു? എന്തുകൊണ്ട് പിടിച്ചു വെച്ചു? രക്ഷാപൂർത്തി വന്നിട്ടില്ല. ഓക്കെ, എന്തായിരുന്നു പിശാചിന് ഇവരുടെ മേലുള്ള അവകാശം? നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ് വരെയുള്ള സകല വിശുദ്ധന്മാരുടെ മേലും മരിച്ചുപോയ വിശുദ്ധന്മാരുടെ എല്ലാവരുടെ മേലും ആ അവകാശം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പിശാചിന് അവകാശം കിട്ടി? എൻ്റെ ചോദ്യം മനസ്സിലായോ? കർത്താവായ യേശു മരണത്തെ ജയിച്ചു. എന്തുകൊണ്ട് പിശാച് ഇവരെ അടിമകളാക്കി എന്നുള്ള എൻ്റെ ചോദ്യം. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആ കാര്യം ഞാൻ ചോദിച്ചില്ല. പ്രൈസ് ഗാഡ്. അതിന് ഉത്തരമെന്ന് പറയുന്നത് ഇവരെല്ലാവരും ആരായിരുന്നു? മരിച്ചവരായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ആർക്ക് അവകാശമുള്ളത്? മരണത്തിൻ്റെ അധികാരി ആര്? പിശാച് മരണത്തിൻ്റെ അധികാരി ആയതുകൊണ്ട് ഏതെല്ലാം വിശുദ്ധൻ എത്രമാത്രം വിശുദ്ധ ജീവിതത്തിൽ നയിച്ചവൻ മരിച്ചു പോയാലും ആ മരിച്ചത് കൊണ്ട് ആ അവകാശമുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നേ? ഇല്ല. മരണത്തിൻ്റെ അധികാരി ആരാ? പിശാച്. അപ്പോൾ മരിച്ചവർ ആരെല്ലാം ഉണ്ട്? അവരുടെ ഒക്കെ മേലെ ആ അവകാശമുണ്ട്. എല്ലാവർക്കും പിശാചിന് അവകാശമുണ്ട്, അവരുടെ മേൽ അവകാശമുണ്ട്. എന്നാൽ മരണത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വരെ ആരും എന്ത് ചെയ്തിട്ടില്ല? ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മരണത്തെ ജയിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപായിട്ട് ഉയർത്തവരുണ്ട്. സത്യമാണ്. എന്നാൽ അവരെല്ലാവരും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റി? മരിച്ചുപോയി. മരണത്തെ അവർക്ക് ജയിക്കുവാൻ സാധ്യമായില്ല. അനേകർ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് വീണ്ടും മരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇവരുടെ മേലൊക്കെ ആ അവകാശമുണ്ടായിരുന്നു പിശാചിന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ അവകാശം ഇല്ലാതായി. കാരണം ഈ പിന്നീട് പിശാചിന് മരണം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആരെയും പിടിച്ചു വെക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം ഓൾറെഡി ഈ ഒരു വലിയ ഒരു മരണത്തെ കർത്താവായ യേശു ജയിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു. മരണത്തെ ജയിച്ചപ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്നത് ആരെയാ യേശു ജയിച്ചത്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ. അപ്പോൾ ദ ഫസ്റ്റ് തിങ്, കർത്താവായ യേശു, ഞാൻ എൻ്റെ വിഷയത്തിൽ കടന്നു വരികയാണോ? കർത്താവായ യേശു ആരെ ജയിച്ചു? പിശാചിനെ ജയിച്ചു. ശ്രദ്ധിക്കുക, കർത്താവായ യേശു ആരെ ജയിച്ചു? എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ പിശാചിനെ ജയിച്ചു. അപ്പോൾ കർത്താവായ യേശു പിശാചിനെ ജയിച്ചു. 2, കർത്താവായ യേശു എന്തിനെ ജയിച്ചു? വായിച്ചോട്ടെ. കൊലോസ്യർ 2-ാം അധ്യായം 14-15 വാക്യം. കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഏത് സമയത്ത്?
കർത്താവായ യേശു ക്രിസ്തു വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആയുധവർഗം എവിടെയാണ് തറച്ചത്? ക്രൂശിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു മരണത്തെ എന്ത് ചെയ്തു? ജയിച്ചപ്പോൾ യേശു ക്രിസ്തു ഏതിന് അധികാരിയായി തീർന്നു? മരണത്തിന് അധികാരി. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഏതുമേൽ അധികാരമുണ്ട്? പിശാചിന്മേൽ അധികാരമുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞു വരുന്നത്, അത് എപ്പോഴാണ് യേശുവിന് സാധ്യമായി തീർന്നത്? ക്രൂശിലാണോ? പിന്നെ യേശു ഉയർക്കപ്പെട്ടപ്പോൾ, ശ്രദ്ധിക്കണം നിങ്ങൾ പറയുന്ന വേർഡ്, യേശു ഉയർക്കപ്പെട്ടപ്പോഴാണ് ഏതുമേൽ ജയമെടുക്കുന്നത്? മരണത്തിന്മേൽ ജയമെടുക്കുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ, യേശു ഉയർക്കപ്പെട്ടപ്പോൾ ഏതുമേൽ ജയമെടുത്തു? മരണത്തിൽ. യേശു ഉയർക്കുന്നതിന് മുൻപ് വരെ യേശു മരിച്ചു പോയതുകൊണ്ട് പിശാചിനും ആരുടെ മേൽ അവകാശമുണ്ടായിരുന്നു? യേശുവിൻ്റെ മേൽ അവകാശമുണ്ടായിരുന്നു. എന്നാൽ യേശു ഉയർക്കപ്പെട്ടപ്പോൾ ആ മരണത്തിൻ്റെ അധികാരത്തെ യേശു പരിപൂർണമായിട്ട് അങ്ങ് ജയിക്കുവാനിടയായി തന്നു. രണ്ട്, യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ജയിച്ചു. എങ്ങനെയാണ് യേശു ജയിച്ചത്? അവരെ എന്ത് ചെയ്തു? എവിടെ വെച്ചാണ് യേശു ജയിച്ചത്? ക്രൂശിൽ. അപ്പോൾ അവരുടെ ആയുധവർഗം വെപ്പിച്ച ഒരു സ്ഥാനമാണ് ഏത്? കാൽവറി ക്രൂശ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ആയുധവർഗം വെപ്പിച്ചത്. അതുകൊണ്ട് യേശു ആരെ ജയിച്ചു? വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ജയിക്കുവാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ജയിക്കുവാനായിട്ടിടയായി. മൂന്നാമത് വായിച്ചോട്ട്, ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. John 16:33. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ എന്തിനെ ജയിച്ചിരിക്കുന്നു? യേശു എപ്പോൾ ലോകത്തെ ജയിച്ചു? യേശു എപ്പോഴാണ് ലോകത്തെ ജയിച്ചേ? യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ. യേശു എപ്പോഴാണ് ലോകത്തെ ജയിച്ചേ? യേശു ലോകത്തെ ജയിച്ചത് യേശു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ. നിങ്ങൾ മനസ്സിലാക്കണം, വിഷയങ്ങൾ ഞാൻ പറയാതിരിക്കുവാനുള്ള കാരണം, ഈ ലോകത്തിൽ വെച്ച് യേശു ആരായിത്തീർന്നു? ലോകത്തെ ജയിച്ചവനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. ഒന്ന്, യേശു പിശാചിനെ ജയിച്ചു. എവിടെ വെച്ച്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ. രണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ജയിച്ചു. എപ്പോൾ? കാൽവറി ക്രൂശിൽ വെച്ച്. മൂന്ന്, യേശു ലോകത്തെ ജയിച്ചു. എപ്പോൾ? ലോകത്തിൽ യേശു ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്ന ദിവസം വരെ യേശു എന്തിനെ ജയിച്ചു? ലോകത്തെ. അവസാനമായിട്ട് യേശു ക്രിസ്തു മുമ്പിൽ കടന്നു വന്ന ഏറ്റവും വലിയൊരു പരീക്ഷയായിരുന്നു ഗത്സമന തോട്ടത്തിൽ നടന്നത്. അവിടെ യേശു ഇപ്രകാരം പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഒരു രീതിയിൽ അടിമപ്പെടേണ്ട സ്ഥാനത്ത് യേശു അവിടെയും എന്ത് ചെയ്തു? ജയിക്കുക. ഏതിനെയാണ് ജയിച്ചത്? ലോകത്തെയും ജഡത്തെയും യേശു ജയിക്കുവാനായിട്ടിടയായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ യേശു എന്ന് പറയുന്ന യേശു എന്ത് ചെയ്ത ഒരാളാണ്? ജയിച്ച ഒരു ദൈവമാണ്. എന്നിട്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരിക. യേശു ഏതിനൊക്കെ ജയിച്ചു? ഒന്ന്, പിശാചിനെ ജയിച്ചു. രണ്ട്, വാഴ്ചകളെ അധികാരങ്ങളെ യേശു ജയിച്ചു. മൂന്ന്, ലോകത്തെ ജയിച്ചു. യേശു ജഡത്തെ ജയിച്ചു. ഇതെല്ലാം ജയിച്ചു കൊണ്ട് വന്നിട്ട് ഇപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ കടന്നുപോയ യേശുവിനെ നോക്കിയിട്ട് ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്ത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് യേശു ക്രിസ്തു ഓൾറെഡി ആരാണെന്നാ? ജയാളിയാണ്. യേശു എല്ലാത്തിനെയും ജയിച്ചു. ജയിച്ചു നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ എന്ത് ചെയ്യണം? നിന്റെ പാദപീഠം ആക്കുവോളം. വായിച്ചോട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. 1 Corinthians chapter 15. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 25, 26, 27 വാക്യം വായിച്ചോട്ടെ. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വാഴേണ്ട ഒരു സമയം, ഭരിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഏതുവരെയാ? സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുകളിൽ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. യോഹന്നാൻ സ്നാപകൻ അത് കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, അവൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ആര്?
അപ്പോൾ ലോകത്തിൻ്റെ പാപം, ഹോൾ വേൾഡ് സിൻ എവിടെ ആയിരിക്കുക? ചുമക്ക്. ദാറ്റ് മീൻസ് വേൾഡ് ഏതിൽ നിന്ന് ഡെലിവേർഡ് ആയി? പാപത്തിൽ. കാരണം ഈ പാപം മുഴുവൻ എവിടെ വന്നിരിക്കുക? യേശുവിൻ്റെ മേൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചുമതല എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ പാപം മാത്രമല്ല യേശു മാറ്റിയത്. മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരമായിട്ട് എന്തെല്ലാം അതിന് അടിമപ്പെട്ടുവോ അത് മുഴുവൻ വീണ്ടെടുക്കുന്ന ഒരു ചുമതലയാണ് ആർക്ക് കൊടുത്തത്? ദൈവം യേശുവിന് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണേ, അത് മുഴുവൻ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അപ്പോൾ അത്രയും കാലം ഭരിക്കുവാനുള്ള ചുമതല ദൈവം ആരുടെ കയ്യിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു? യേശുക്രിസ്തുവിന് കൊടുത്ത്. താഴോട്ട് വായിച്ചോട്ടെ. ഒടുക്കത്തെ ശത്രുവായിട്ട് സകലത്തെയും അവൻ്റെ കാൽ. ഈ രണ്ട് വേർഡ് നമ്മൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. ഒന്ന് പറഞ്ഞു, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കുവോളോ എന്ത് ചെയ്യേണ്ടതാകുന്നു? വാഴേണ്ടതാകുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം സകലത്തെയും. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു കോൺട്രഡിക്ടറി വേഴ്സാണ്. കാരണം ഒരിടത്ത് പറയുന്നു അവൻ സകലത്തെയും തൻ്റെ കാൽ കീഴാക്കുവോളം എന്ത് ചെയ്യേണ്ടതാ? വാഴ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്തായിട്ടില്ല? കാൽ കീഴാക്കിയില്ല. അതിൻ്റെ തൊട്ട് താഴെ പറയുന്നു അവൻ സകലത്തെയും തൻ്റെ കാൽ കീഴ് ആക്കി. എന്താണ് ഈ വേർഡ് മീൻ ചെയ്യുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചിന്ത ഞാൻ ആ പോയിന്റിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് സകല ശത്രുക്കളെയും എൻ്റെ പാദപീഠമാക്കുള്ളൂ നീയുടെ വലതു ഭാഗത്ത്. അപ്പോൾ ശത്രുക്കൾ എന്തായിട്ടില്ല? പാദപീഠം ആയിട്ടില്ല. താഴെ പറയുന്നു അവൻ സകലത്തെയും തൻ്റെ കാൽ കീഴ് ആക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് പറയുന്നു യേശു കാൽ കീഴാക്കിയെന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് പറയുന്നു യേശു ഇതുവരെ ആക്കിയില്ലെന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, യേശു സകല ശത്രുക്കളെയും എന്ത് ചെയ്തു? ജയിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളവും അവൻ വാഴേണ്ടതാകുന്നു? ഇവിടെ ഒരു ടൈമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയപരിധി എന്ന് പറയുന്നത് സകല ശത്രുക്കളെയും എന്ത് ചെയ്യുവോളും? കാൽ കീഴാക്കോളും. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാണ് സകല ശത്രുക്കളെയും കാൽ കീഴാക്കുന്നത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ട്. അതിൻ്റെ 1 കൊരിന്ത്യർ 15 അധ്യായം 24 വാക്യം. 1 Corinthians chapter 15 verse 24. അതിന് മുൻപിൽ പിന്നെ അവസാനം നമ്മൾ വായിക്കുന്നത് 1 Corinthians chapter 15 verse 24. പിന്നെ അവസാനം. എനിക്ക് ആ വേർഡാണ് വേണ്ടത്. പിന്നെ എന്തായിരിക്കുന്നു? അവസാനം. എന്നിട്ട് അന്ന് എന്ത് ചെയ്യുന്നു? ഈ അന്ന് എന്നൊരു ദിവസം, അതേ ദിവസമാ അവസാനത്തിൻ്റെ ദിവസം. എന്താ ഈ അവസാന ദിവസം? അന്ന് എന്ത് ചെയ്യുന്നു? വായിച്ചാട്ട് താഴോട്ട്. അന്ന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തുന്നു. അപ്പോൾ ഏതുവരെ ഇവിടെ ഒരു ടൈം, ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട്. ഏതിനു വേണ്ടി? ഈ സകല ശത്രുക്കളെയും മാറ്റുന്നതിന് വേണ്ടി ഒരു ടൈം ഗ്യാപ്പുണ്ട്. ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് എവിടെയാ? പിന്നെ അവസാനം. അപ്പോൾ അവസാനം വരുന്നത്, അവസാനത്തിന് ശേഷമാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ക്രിയ നടക്കുവാൻ പോകുന്നത്. ദൈവം യേശുവിനെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് അപ് ടു ദാറ്റ് ടൈം, ആ സമയം വരെയാണ് ഇരിക്കുവാനായിട്ട് പോകുന്നത്. എന്തിനു വേണ്ടി? ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠം. യേശു ഓൾറെഡി ജയിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ തിരുവചനം പറയുന്നു യേശു ജയിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ. ആരായി? ഞാൻ.
ദൈവം യേശുവിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ പാദപീഠമാക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കളെ യേശു ഓൾറെഡി പാദപീഠമാക്കി. പിന്നെ എന്തുകൊണ്ട് യേശുവിനോട് ദൈവം ഈ വാക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവസാന കാലത്തിലാണ് ഈ സംഭവം നടക്കുവാനായിട്ട് പോകുന്നത്. വായിച്ചോട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, വെളിപ്പാട് റെവലേഷൻ ചാപ്റ്റർ 20 അതിൻ്റെ 11-ാമത്തെ വാക്യം. ഞാനൊരു വെള്ള സിംഹാസനവും അതിലൊരാൾ ഇരിക്കുന്നതും കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു വെക്കുന്ന വെള്ള സിംഹാസനം, ഒരു ന്യായാസനം. ഇവിടെയാണ് വാസ്തവമായിട്ട് ആരെല്ലാം കടന്നു വരുന്നത്? പിശാചും അവൻ്റെ ദൂതന്മാരും. പിന്നീട് ആര്? സകല ദൈവത്തെ അനുസരിക്കാത്ത സകല മനുഷ്യരും. അവക്കുള്ള ന്യായവിധിയുടെ സ്ഥാനമാണ് വെള്ള സിംഹാസനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വേർഡ്. കർത്താവായ യേശു ക്രിസ്തു വെള്ള സിംഹാസനം വെക്കുന്നത് മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കും. ഒന്ന്, പിശാചിനെ ന്യായം വിധിപ്പാൻ. 2, ഫോളൻ ഏഞ്ചൽസിനെ ന്യായം വിധിക്കുവാൻ. 3, അൺസേവ്ഡ് പീപ്പിളിനെ ന്യായം വിധിക്കുവാൻ, രക്ഷിക്കപ്പെടാത്ത ജനത്തെ ന്യായം വിധിക്കുവാൻ. ഈ 3 കൂട്ടം ന്യായവിധിയാണ് ആ പർട്ടിക്കുലർ സമയത്ത് നടക്കുന്നത്. എന്നാൽ ഈ ന്യായവിധി കഴിയുമ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മുതൽ നമ്മൾ തുടർന്ന് കാണുന്നത് പിന്നെന്ത് കാണുന്നു? ഒരു പുതിയ ആകാശവും ഒരു പുതിയ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കാണുന്നു. പിന്നീട് ലോകത്തിൽ എന്തില്ല? നാശമില്ല, ദോഷമില്ല, ദുഷ്ടതയില്ല, ഒന്നുമില്ല. അപ്പോൾ അവസാനത്തെ ശത്രു ആകുന്ന മരണം വരെ മാറ്റപ്പെടുന്ന ഒരു സമയമാണ് ഏത്? വെള്ള സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചാണ് സകലരും എഴുന്നേൽക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ സമയം വരെ കർത്താവായ യേശു എന്ത് ചെയ്യേണ്ടതാ? വാഴേണ്ടതാകുന്നു. എന്തിനു വേണ്ടി വാഴണം? യേശുവിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ പാദപീഠമാക്കേണ്ടതിനോ. അപ്പോൾ യേശുവിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവാൻ യേശു ഓൾറെഡി ജയമെടുത്തുവെങ്കിൽ ദൈവം എന്താണ് ഇതിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ആരുടെ പാദപീഠമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ശത്രുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കാൽ കീഴാണ് ആരായിരിക്കുന്നത്? ശത്രുവായിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴ് ശത്രുവായിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു വാക്യം വായിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടെ. എഫ് എസ് ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു മാറട്ടെ. എഫ് എസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം. എഫ് എസ് ലേഖനം 1-ാം അധ്യായം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് മാത്രം ഞാൻ ആ ഭാഗം നിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പോൾ എന്താ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിച്ചത്? യോശുവ ആഗ്രഹിച്ചത് ഈ രാജാക്കന്മാരുടെ തലയിൽ ആര് കാലെടുത്ത് വെക്കണം? ഈ സാധാരണപ്പെട്ട സേനാധിപന്മാർ കാലെടുത്ത് വെക്കണം. എന്തുകൊണ്ട് അവർ കാലെടുത്ത് വെക്കണം? അവരാണ് യോശുവയുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്തത്? യുദ്ധം ചെയ്ത് ജയിക്കുവാനിടയായി. ഇതേ കാര്യമാണ് എന്നെക്കുറിച്ച് യേശു ആഗ്രഹിക്കുന്നത്. യേശു ഓൾറെഡി ഈ സകല ശത്രുക്കളെയും പരിപൂർണമായിട്ട് കീഴ്പ്പെടുത്തി നിരായുധരായി കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ കിടത്തിയിട്ട് യേശു എന്നോട് പറയുന്നു, എന്ത് ചെയ്യാൻ പറയുക? ഞാൻ അവൻ്റെ തലയിൽ കാല് വെക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. എന്തോ പറയുന്നത് അറിയാമോ? ഈ ഭൂമിയിൽ അവൻ്റെ സഭയാകുന്ന ശരീരം ഒരു ജയം എടുത്തിരിക്കുക. ദൈവത്തിന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അൺലെസ് ആൻഡ് അണ്ടിൽ ഞാൻ അവൻ്റെ തലയിൽ കാല് വെക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിന് അഭിമാനമല്ല. ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്, ദൈവം എൻ്റെ മുൻപിൽ ഈ ശത്രുവിനെ കൊണ്ടുവന്നിരിക്കുന്നത് ശത്രുവായിട്ടല്ല ദൈവം മുൻപിൽ കൊണ്ടുവന്നത്. അവൻ പിശാചിനെ തൻ്റെ കാൽ കീഴാക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ഈ ലോകത്തുള്ളവനെ ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുക. എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നേ, എന്നെ കൊണ്ട് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നല്ല, എന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന സകലതും അവൻ്റെ കാൽ കീഴാക്കി. അപ്പോൾ ഞാൻ അവൻ്റെ ഏത് ഭാഗമായിരിക്കുന്നു? ശരീരമായിരിക്കുന്നിടത്തോളം എൻ്റെ കാല് അഥവാ സഭയുടെ കാല് എവിടെ കിടക്കുക? ശത്രുവിൻ്റെ തലയിൽ. എൻ്റെ കാലിരിക്കുന്ന, സഭയുടെ കാലിരിക്കുന്നത് ശത്രുവിൻ്റെ തൊണ്ടയ്ക്ക.
ശത്രുവിൻ്റെ കഴുത്തിലാണോ സഭ കാല് വെച്ചിരിക്കുന്നത്? ഞാൻ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെയും നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ശത്രുവിനെ കണ്ടിട്ട് വലിപ്പപ്പെടുത്താനല്ല, ശത്രുവിൻ്റെ തലയിൽ ഓൾറെഡി വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒന്നാഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ എന്ത് ചെയ്യണം? പാതപെടും. ഓൾറെഡി യേശു ജയമെടുത്തിരിക്കുന്നു. പക്ഷെങ്കിൽ യേശു ആഗ്രഹിക്കുന്ന ഒന്നുണ്ടോ? ഇപ്പോൾ ആര് ജയമെടുക്കണം? സഭ ജയമെടുക്കണം. ഇപ്പോൾ സഭയുടെ ഒരു ഉത്തരവാദിത്വമാണോ ഏത് ചെയ്യുക എന്ന് പറയുന്നത്? ജയമെടുക്കുക എന്ന് പറയുന്നത്. സഭയുടെ ഉത്തരവാദിത്വമാണോ ശത്രുവിൻ്റെ കഴുത്തിലോ എന്ത് വെക്കുക എന്നുള്ളത്? കാല് വെക്കുക എന്നുള്ളത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഏത് ശത്രുവായിരുന്നാലും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ശത്രുവിനെ വലിപ്പപ്പെടുത്തി കാണുവാനല്ല, ഇന്ന് രാത്രി അവൻ്റെ കഴുത്തിൽ കാല് വെക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു മാനുഷ്യ വചനമല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാക്ഷാൽ വചനം ഇപ്രകാരം പറയുന്നു, സകലതും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. സകലതും അവൻ്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഇപ്രകാരം കഷ്ടപ്പെടേണ്ടവരല്ല. ഇപ്രകാരം ഞാൻ നിങ്ങളെ ഭാരപ്പെട്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നാളുകളിൽ ഒരു ദൈവത്തിന് പൈതൽ ചെയ്യുവാൻ സാധിക്കും. ശത്രുവെ നീയുടെ കാൽ കീഴാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ജയമെടുക്കുവാൻ സാധിക്കും. ജയത്തിൻ്റെ വാക്ക് നിന്റെ നാവിൽ കൂടെ കടന്നു വരുമ്പോൾ അത്ഭുതത്തിൻ്റെ കരങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. അതിശയത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. കാരണം ശത്രു കിടക്കുന്നതിൻ്റെ കാൽ കീഴാണ് കിടക്കുന്നത്. ശത്രു കിടക്കുന്നതിൻ്റെ കാലിനടിയിലാണ് കിടക്കുന്നത്. ശത്രുവിനെ വലിപ്പപ്പെടുത്തി കാണരുത്. ദാവീദ് ശത്രുവിനെ കണ്ടു, അഗ്നിചർമ്മിയായിട്ട് കണ്ടു. ഇസ്രായേൽ മക്കൾ ശത്രുവിനെ കണ്ടു, ഗോലിയാത്തായിട്ട് മഹാനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന ഒരു മല്ലനായിട്ട് കണ്ടു. പ്രിയപ്പെട്ട ദൈവത്തിലെ മക്കളെ കാണുന്ന പോലെ ശത്രുവിനെ കാണുക. ശത്രുവിനെ കാണുന്നത് എങ്ങനെയെന്നറിയാമോ? എൻ്റെ യേശു എന്നോടുകൂടെ ഉണ്ട്. അവനാണ് ജയമെടുത്ത എൻ്റെ ദൈവം. അവനാണ് ശത്രുവിനെ ജയമെടുത്തത്. ശത്രുവിൻ്റെ സകലത്തെയും അവൻ പരിപൂർണമായി പരാജയപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ആ യേശു എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കഴുത്തിലൊന്ന് കാല്. പ്രിയപ്പെട്ടവരെ, ഇത് ബൈ ഫെയ്ത്ത് ഒന്ന് ഏറ്റെടുത്ത് വിശ്വാസത്താൽ ഞാൻ കാലെടുത്തെന്ന് വെച്ചാൽ എനിക്ക് എന്താ ഉണ്ടെന്നറിയാം? ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ആര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും? ഞാനിത് ബൈ ഫെയ്ത്ത്, വിശ്വാസമായിട്ട്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ കർത്താവായ യേശുവിനെ ദൈവം ഇരുത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേദപുസ്തകം പഠിപ്പിക്കുന്ന യഹോവയുടെ കണ്ണ് എന്ത് ചെയ്യുന്നു? ഭൂമിയിലെല്ലാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുന്നത്? വേദപുസ്തകം പറയുന്നു 2 ദിനവൃത്താന്തം 16:9 വേദപുസ്തകം പറയുന്നു, തന്നെത്താൻ ബലവാനെന്നോ? ആര് ബലവാൻ വെളിപ്പെടുത്തേണ്ടതിനോ? ദൈവം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടെയാണോ ദൈവം ബലവാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്? എന്നിൽ കൂടെയാണോ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ദിവസങ്ങൾ ദൈവ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസത്താൽ കാലെടുത്തൊന്ന് വെക്കുക എന്നുള്ളതാണ്. ഓൾറെഡി കർത്താവായ യേശു ശത്രുവിനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് വീണ്ടും വീണ്ടും ശത്രുവിനെ പരാജയപ്പെടുത്തുവാനല്ല നമ്മൾ മുൻപോട്ട് പോകുന്നത്. വിശ്വാസത്താൽ കമാൻഡ് ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധ വാക്ക് മുൻപോട്ട് പറയുക. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്ത വചനത്തെ എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ടോ ശത്രുവിനോട് പറയുക, ദുഷ്ട ശത്രുവേ, നിനക്കെൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല, നിനക്കെൻ്റെ ജീവിതത്തിൽ യാതൊരു അവകാശവുമില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ കാല് ശത്രുവിൻ്റെ കഴുത്തിൽ വെച്ചിട്ട് ഒന്ന് പറയുക, ദുഷ്ട ശത്രുവേ, എൻ്റെ ജീവിതത്തിന് മേലോ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിന് മേലോ, സഭയുടെ മേലോ, എൻ്റെ അധികാരത്തിന് മേലോ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലെടുത്തൊന്ന് വെച്ച് 2 ദിവസം ഒന്ന് പറഞ്ഞു നോക്കി. ഒരു ശത്രു നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ഒരു ശത്രു നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. ഒരു ശത്രു നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. കാരണം എന്നാണെന്നറിയോ? ഓൾറെഡി കർത്താവായ യേശു എന്ത് ചെയ്തിരിക്കുക? ജയമെടുത്തിരിക്കുക. ഞാൻ നിങ്ങൾ ജയമെടുക്കുന്നത് യേശു ജയമെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളും ജയമെടുക്കുക. എന്നോടും നിങ്ങളോടും കൂടെ കർത്താവായ യേശു ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളും ജയമെടുക്കുക. എൻ്റെയും നിങ്ങളുടെ കഴിവുകൊണ്ടല്ല നമ്മൾ ജയമെടുക്കുന്നത്. എന്നോടുകൂടെ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ ആരോടുകൂടെ? എന്നോടുകൂടെ. അപ്പോൾ എന്നോടുകൂടെ നടക്കുന്ന ലോകത്തുള്ളവനേക്കാൾ വലിയവനെ കാണുമ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ദുഷ്ടശത്രു ഒരു കാര്യം മനസ്സിലാക്കും, ഇവൻ്റെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഓൾറെഡി എൻ്റെ സകല ആയുധത്തെയും ഇവൻ എന്ത് ചെയ്തിരുന്നതാ? ആയുധവകം വെപ്പിച്ചതാ. അതുകൊണ്ട് എനിക്ക് അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്തായിത്തീർന്നു? അവരവിടെ ജയമെടുക്കുക. മനസ്സിലായി? ഇതാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഇതാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ.
ഞാനും നിങ്ങളും വിശ്വാസത്താൽ എന്ത് ചെയ്താൽ മാത്രം മതി? നമ്മൾ പലപ്പോഴും ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് ഓടുക. ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വടിയിടുവാനായിട്ട് പറഞ്ഞു. വടിയിട്ടു, അത് സർപ്പമായി തീർന്നു. ഫറവോൻ്റെ മന്ത്രവാദികൾ അതുപോലെ വടിയിട്ടു, സർപ്പമായി തീർന്നു. മോശയ്ക്കൊരൽപ്പം പേടി തോന്നി. സ്വർഗത്തിലെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. മോശയുടെ വടി ഈ മന്ത്രവാദികൾ ചെയ്ത വടിയെ അല്ലെങ്കിൽ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ജയത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മുൻപിൽ നിൽക്കുവാൻ ഒരു മന്ത്രവാദ ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ നിൽക്കുവാൻ ഒരശുദ്ധാത്മാവിനും സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ നിൽക്കുവാൻ ലോകത്തിലൊരു ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാനും നിങ്ങളും ഓരോ പ്രാവശ്യവും ശത്രുവിൻ്റെ കഴുത്തിൽ കാല് വെക്കുന്നിടത്തോളം സ്വർഗം എന്ത് ചെയ്യുക? എൻ്റെ ദൈവം സന്തോഷിക്കുക. എൻ്റെ വിജയം ദൈവത്തിൻ്റെ വിജയമാണ്. എൻ്റെ പരാജയം ദൈവത്തിൻ്റെ നാമം എൻ്റെ മേൽ വിളിക്കപ്പെട്ടത് കൊണ്ട് ലോകത്തിൻ്റെ മക്കൾ ദൈവത്തെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞാൽ തന്നെയും അതാരുടെ പരാജയമാണ്? ദൈവത്തിൻ്റെതല്ല, എൻ്റെ പരാജയമാണ്. ദൈവം എന്ത് ചെയ്യത്തില്ല? ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ആയത് ദൈവത്തിൻ്റെ ശക്തി അവരിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ജയാളി എന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ദൈവം പരാജയം എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ആരുടെയെങ്കിലും ജീവിതത്തിൽ പരാജയം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം അവരുടെ ജീവിതമാണ്. ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും ആ വ്യക്തിയിൽ കൂടെ. ഞാൻ പറഞ്ഞു, നമ്മുടെ പരാജയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരാജയമല്ല, നമ്മുടെ പരാജയമാണ്. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ ആരുടെ വിജയം കൂടാ? അതൊരു വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ വിജയം ദൈവത്തിൻ്റെ വിജയമാണ്, നമ്മുടെ പരാജയം ആരുടെ പരാജയമാണ്? നോ, നെവർ സേ ദാറ്റ്. നമ്മുടെ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ ആരുടെ വിജയമാണ്? ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വചനം വെറുതെ അല്ല അയക്കുന്നത്. ദൈവത്തിന് വചനം എന്തിനു വേണ്ടി അയച്ചു അത് കാര്യം സാധിപ്പിച്ചുകൊണ്ട് മടങ്ങി വരും. ഇന്ന് രാത്രി നിങ്ങൾക്ക് ജയത്തിൻ്റെ ദിവസമാണ്. ഞാൻ അവസാനം ഒരല്പം ആരാധനയ്ക്ക് വേണ്ടി ഞാൻ മുൻപോട്ട് വിടുകയാണ്. അവസാനത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപിടമാക്കുവോളും നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. യേശു ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ഒന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുക ശത്രുവിനെ പാദപിടം. ഒരു ദിവസം കടന്നു വരും, അന്ന് യേശു എന്ത് ചെയ്യും? മരണത്തെ പരിപൂർണമായിട്ടങ്ങ് മാറ്റും. സകല അശുദ്ധന്മാരെയും പരിപൂർണമായിട്ട് മാറ്റും. പിശാചിനെ കൊണ്ട് നിത്യമായിരിക്കുന്ന രണ്ടാം മരണത്തിലേക്ക്, ഗന്ധക തീപ്പയിലേക്ക് വലിച്ചെറിയും. എല്ലാ ഫോളൻ ഏഞ്ചൽസിനെയും കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. അതോടൊപ്പം തന്നെ ദൈവത്തെ അനുസരിക്കാത്ത എല്ലാവരെയും അങ്ങോട്ട് വലിച്ചെറിയും. എന്നിട്ട് ലോകത്തിൻ്റെതായിരിക്കുന്ന ലോകമാകുന്ന ശത്രുവിനെ ദൈവം പാടെ രൂപാന്തരപ്പെടുത്തും. രണ്ട് ജഡമാകുന്ന ശത്രുവിനെ ഓൾറെഡി ദൈവം രൂപാന്തരപ്പെടുത്തി. കാരണം ആ ജഡത്തിനൊരു മാറ്റം വന്നു. മൂന്ന് ശത്രുക്കളാണ് ദൈവത്തിൻ്റെ പൈതലിനുള്ളത്: ജഡം, ലോകം, പിശാച്. ഇത് മൂന്നിനെയും കർത്താവ് മാറ്റി പരിപൂർണമായിരിക്കുന്ന ജയത്തിൻ്റെ ഭരണം തുടങ്ങും. അന്ന് കർത്താവായ യേശു പിതാവിൻ്റെ കയ്യിലേക്ക് ഈ ഭരണകൂടം ഏൽപ്പിച്ചു കൊടുക്കും. അവിടെയാണ് കർത്താവായ യേശുവിനെ ദൈവം അയച്ച ജോലി പൂർണ്ണമാകുന്നത്. അന്ന് ലോകത്തിൻ്റെ പാപത്തെ അവൻ ചുമന്നൊഴിച്ചു. അതുവരെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഇന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു ദിവസം ദൈവം കൊണ്ടുവരുന്നുണ്ട്, അന്ന് സകല ശത്രുക്കളും അവൻ്റെ കാൽ കീഴാകുന്നു. എന്നാൽ ഇന്ന് വിശുദ്ധ സഭയെ നോക്കിക്കൊണ്ട് ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ സഭയെ, നിൻ്റെ കാൽ കീഴാണ് പിശാച് കിടക്കുന്നത്, നിൻ്റെ കാൽ കീഴാണ് ദുഷ്ടൻ കിടക്കുന്നത്, നിൻ്റെ കാൽ കീഴാണ് നിൻ്റെ ശത്രു കിടക്കുന്നത്. അവനെ നിൻ്റെ തലയുടെ മുകളിലേക്ക് പൊക്കുവാൻ ഇടയാകരുത്. നിൻ്റെ കാലിനടിയിൽ കിടക്കണവൻ കാലിനടിയിൽ കിടക്കട്ടെ. നിൻ്റെ നേരെ അവൻ നിൽക്കുവാൻ ഇടയാകരുത്. വിശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജയത്തിൻ്റെ വാക്കുകൾ നാവിൽ കൂടെ കൊണ്ടുവന്ന് ജയമെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ വെനസ്ഡേ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ട് കഴിഞ്ഞ തേഴ്സ്ഡേ ഞാനൊരു സഹോദരനെ വിളിച്ചപ്പോൾ എന്നോട് പറയുണ്ടായി, പാസ്റ്ററെ, ആ രാത്രി എനിക്ക് ഉറങ്ങുവാൻ സാധ്യമായില്ല, എൻ്റെ ഭാര്യ
ഭാര്യയ്ക്ക് ഉറങ്ങുവാൻ സാധ്യമായില്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപിടമാക്കുവോളും. എന്താ ഇവൾ പറയുന്നത് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇനിയും എനിക്ക് പരാജയമില്ല, എനിക്ക് വിജയമാണ്. അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടെ മുട്ടുകളെ മടക്കി ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ജയം അവരെടുക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം വെറുതെ ദൈവം അയക്കുകയില്ല. ദൈവം അയക്കുന്ന കാര്യം ദൈവം സാധിപ്പിക്കുക തന്നെ ചെയ്യും. ശത്രു നിന്റെ കാൽ കീഴ് കിടക്കേണ്ടവനാകട്ടെ, നിന്റെ കാൽ കീഴിന് അടിയിൽ കിടക്കട്ടെ. ശത്രുവിനെ പൊക്കുവാൻ നീ അനുവദിക്കരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശത്രുവിനെ കാൽ കീഴാക്ക്. സ്വർഗം സന്തോഷിക്കുക. ഓരോ പ്രാവശ്യവും ഞാൻ ശത്രുവിനെ അടിമപ്പെടുത്തുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ നോക്കി സന്തോഷിക്കുക. എൻ്റെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന് പറയുവാനുണ്ട്, വെൽഡൻ കുഞ്ഞെ, വെൽഡൻ, നന്ദി, നല്ലവൻ, നല്ലവൻ, നീ ചെയ്തത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗം നോക്കുന്നത് പരാജയത്തിൻ്റെ മക്കളെയല്ല, സ്വർഗം നോക്കുന്നത് ജയത്തിൻ്റെ മക്കളെയാണ്. അവസാന വാക്കിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 7-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അവർ ഒക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കൾ, ഏഞ്ചൽസ്. എന്തുകൊണ്ട്? യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. സകല രക്ഷപ്രാപിപ്പാനുള്ളവർ യേശുവിനെ നമസ്കരിക്കുമ്പോൾ ഈ ശുശ്രൂഷ, ഈ ദൂതന്മാരെന്ന് പറയുന്നത് ആ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷകന്മാരായിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, യേശു ആരെക്കാൾ വലിയവൻ? ദൂതന്മാരെക്കാൾ. ആ വാക്യം കൂടുതൽ പഠിപ്പിക്കേണ്ട വിഷയങ്ങളില്ല. കാരണം ഓൾറെഡി ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവരുടെ ശുശ്രൂഷയെ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. ആ 7 കാര്യങ്ങൾ ദൈവം അവിടെ പറയുവാൻ ഇടയായിത്തീർന്നു. യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. അവൻ പ്രത്യേകാൽ രക്ഷ പ്രാപിപ്പാനുള്ള സേവയ്ക്ക് വേണ്ടി ദൂതന്മാരെ ആക്കിയിരിക്കുന്നു. എന്നാൽ രക്ഷ പ്രാപിപ്പാനുള്ളവർ, രക്ഷ പ്രാപിച്ചവരെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ രാജാ, നീ തന്നെ സകല മഹിമയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് നീ സകലത്തിനെ കർത്താവെന്ന് അവർ വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൂതന്മാരെ ആ വിളിച്ചു പറയുന്ന ശുശ്രൂഷ, ആ വിളിച്ചു പറയുന്നവരുടെ രക്ഷയ്ക്ക് പ്രാപിച്ചവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കപ്പെടുന്ന ശുശ്രൂഷകന്മാരാണ്. വെറും ശുശ്രൂഷകന്മാരാക്കിയിരിക്കുമ്പോൾ ഈ രക്ഷ പ്രാപിക്കപ്പെട്ടവർ യേശുവിനെ നോക്കിക്കൊണ്ട് കർത്താവേ എന്ന് വിളിക്കുക. അതുകൊണ്ട് ആര് വലിയവൻ? ദൂതന്മാരല്ല വലിയവൻ, യേശു തന്നെ വലിയവൻ. ഇന്ന് രാത്രി ഞാൻ ഒന്ന് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ഹംദലല ബക്കാലവ എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. ഒരല്പ നിമിഷങ്ങൾ. ഇന്ന് രാത്രി ജയത്തിൻ്റെ ദിവസമാണ്. ഇന്ന് രാത്രി ദൈവം ജയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയങ്ങൾ പക്ഷെങ്കിൽ ജയമെടുക്കുവാൻ ദൈവം എല്ലാ കണ്ണുകൾ ശാന്തമായിട്ട് അടച്ചാട്ടെ. ആരും കണ്ണു തുറന്ന് അവിടെ ഇവിടെ നോക്കുവാൻ ഇടയാകരുത്. ഇന്ന് രാത്രി വളരെ വിലപ്പെട്ട രാത്രിയാണ്. ഇന്ന് രാത്രി നിങ്ങൾ തന്നെ ദൈവത്തോട് പറയുക, കർത്താവേ, എന്നെ നീ വെച്ചിരിക്കുന്ന പൊസിഷൻ മനസ്സിലാക്കുന്നു. എൻ്റെ കാൽ കീഴ് ദുഷ്ടനായിരിക്കുന്ന പിശാചിനെ നീ കാൽ കീഴാക്കിയിരിക്കുന്നുവെങ്കിൽ ഇനി ശത്രുവിനെ ഞാൻ പൊക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, ശത്രുവിനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേ കർത്താവേ, എൻ്റെ കാൽ കീഴ് ഞാൻ ശത്രുവിനെ ആക്കട്ടെ, എൻ്റെ കാൽ കീഴ് ഞാൻ ശത്രുവിനെ കടത്തട്ടെ. Hallelujah. Hallelujah. Hamdalala bakala balaba. Yes, my Father, we thank you, my loving Holy God, we thank you. ഇന്ന് എത്ര പേർക്ക് ആ ഉപത്തിമാരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ സാധിക്കും? ശത്രുവിന്റെ കാൽ കീഴ് കിടക്കട്ടെ. Hallelujah. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത് ശത്രുവിന്റെ കഴുത്തിൽ കാൽ വെച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ എൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. എൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ട മേഖലകളായി മാറ്റപ്പെട്ടുകൊണ്ട് എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ എൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശരീരമായി എന്നെ തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹംദലല ബക്കാല ബലബ. യേശു ക്രിസ്തുവിന്റെ കാൽ കീഴ് ദുഷ്ടനെ ആക്കേണ്ടത് എൻ്റെ കാൽ കീഴ് ദുഷ്ടനെ ആക്കുക. അതുകൊണ്ട് ദുഷ്ടനെ എൻ്റെ ജീവിതത്തിലെ സ്ഥാനപന കാൽ കീഴ. എൻ്റെ യേശു ജയത്തിന്റെ ദൈവമായതുകൊണ്ട്, എൻ്റെ യേശു ജയത്തിന്റെ ദൈവമായതുകൊണ്ട് ആ ദുഷ്ടനെ എൻ്റെ കാൽ കീഴ് ഞാൻ ആക്കി. ഹല്ലേലൂയ.